സ്വാഭാവികമായും നിനക്ക് ദുഃഖമില്ലേ മോളെ? യമുന പിസ്റ്റൽ കണ്ടിട്ടുണ്ടോ? സിനിമയിലെ കളിത്തോക്കല്ല, ഒറിജിനൽ പിസ്റ്റോൾ. ദാ ഇതെന്നെ. ഒരു രഹസ്യം പറയട്ടെ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിപ്പാട്ടമാണിത്. പേടിച്ചോ? ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിച്ചോ? ഹേയ്, അങ്ങനൊന്നും ഞാൻ ഇതിന്റെ കാഞ്ചി വലിക്കില്ല. ക്ഷമ കെട്ടാൽ മാത്രം. എന്റെ 21ാം വയസ്സിലാണ് ആദ്യമായി ഞാനൊരു തോക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത്രയും മാജിക്കലായ ഒരു കളിപ്പാട്ടം വേറെയില്ല. അകലെ നിൽക്കുന്ന ഒരുത്തന്റെ മരണം ദാ ഈ ട്രിഗറിലാണ് കുട്ടി. എന്തൊരു തമാശ അല്ലേ? ഇപ്പൊ ഞാനൊന്ന് വിചാരിച്ചാൽ മനോഹരമായ ഈ ശരീരം ഒറ്റ ബുള്ളറ്റിൽ വെറും ഡെഡ് ബോഡി ആയിടും അല്ലേ? ചിരിക്കാതെ എന്ത് ചെയ്യും? പേടിക്കണ്ട, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഈ നിമിഷം വരെ. നീ എന്റെ പൊന്നോമനല്ലേ മോളെ? യമുനേ. ഓ ഡാനിൽ സർ, എന്നെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. ഡാനിൽ സാറേ, ഇപ്പൊ മനസ്സിലായില്ലേ? ഇവിടെ മനുഷ്യൻ ഞാനിവിടെ സ്ഥിരം വരുന്ന കക്ഷിയാ. ആരെ അകത്തോട്ട് വിടണ്ടെന്നാ മുതലാളി പറഞ്ഞിരിക്കുന്നത്. ഈ മുതലാളി എന്ന് പറയുന്നത് ഡാനിൽ സാറല്ലേ? ആ ഡാനിൽ സാറിന്റെ സ്വന്തം ആളാ ഞാൻ. താൻ ഗേറ്റ് തുറക്ക്, കളിച്ചിരിക്കാൻ നേരമില്ല. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ചേട്ടാ, ഇത് വലിയ കുരിശല്ലോ. ഡാനിൽ സാറേ, ഡാനിൽ സാറേ, സാറേ ഇയാൾ എന്നെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. ഫ്രെഡി, അയാൾ പോന്നോട്ടെ. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കില്ല. ഇനി എന്നാ ഇതൊക്കെ പഠിക്കുന്നത്? നമസ്കാരം സർ. Come on. Sit down. പിന്നെ എന്തൊക്കെ വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. സാറ് സ്ഥലത്തുണ്ടായിരുന്നോ? കുറച്ചു ദിവസമായി. ഞാൻ അറിഞ്ഞില്ല. യമുനെ വിളിച്ചിട്ടാണെങ്കിൽ നോ റെസ്പോൺസ്. ഫോൺ എടുക്കുന്നേ ഇല്ല. യമുന ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ. പിന്നെന്താ ഫോൺ എടുക്കാത്തത്? ഓരോരോ തമാശകളല്ലേടോ. കുറെ കാലം ഫോൺ എടുക്കുക, പിന്നെ കുറെ കാലം ഫോൺ എടുക്കാതിരിക്കുക, കുറെ നാൾ സിനിമയിൽ അഭിനയിക്കുക, കുറെ നാൾ അഭിനയിക്കാതിരിക്കുക. തമാശകൾ. എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലും മനസ്സിലാക്കാനൊന്നുമില്ല. താനിപ്പോ വന്നത് നന്നായി. തന്റെ കയ്യിലൊരു സിനിമാ പത്രമില്ലേ? ഒരു നല്ല ന്യൂസ് തരാം. യമുന അഭിനയം നിർത്തുന്നു. അതിന് താനെന്തിനാണോ ഞെട്ടുന്നത്? സത്യമാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പത്രക്കാരുടെ ഭാഷയിൽ നല്ലൊരു സ്കൂപ്പ് ചൂടോടെ കാച്ചിക്കോ. പക്ഷേ സാർ, അത് ധൈര്യമായിട്ട് കൊടുക്കാം. 100% സത്യമാണ്. ഇനി യമുന എന്നൊരു നടിയില്ല. ദാറ്റ്സ് ഓൾ. തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട സർ. യമുന ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. എനിക്ക് ഒന്ന് സംസാരിക്കാൻ. സോറി, അവളിപ്പോ സിനിമാ നടിയില്ല, വെറും യമുന. ഒരു വെറും യമുനയോട് ഒരു ജേർണലിസ്റ്റിന് എന്ത് സംസാരിക്കാൻ? അല്ല സർ, ഞാൻ ശരി, വിശാലിന് പോകാം.
ഹലോ സുമിത്ര, ബാങ്കിലേക്കാവൂല്ലേ? അതെ, ശമ്പളം വാങ്ങാൻ. പ്രസാദേട്ടൻ ഓഫീസിലേക്കാ. ഞാൻ വീണ്ടും ജോയിൻ ചെയ്തു. അറിഞ്ഞിരിക്കുമോ എന്തോ? അറിഞ്ഞു. ഓഫീസിലിപ്പോ നല്ല അന്തരീക്ഷ, സുഖം. ബാങ്കിൽ ലീവിലാ. ഇങ്ങോട്ട് ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്. മിക്കവാറും കിട്ടും. ശങ്കർജി സാറിന് എങ്ങനെയുണ്ട്? റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. റെസ്റ്റ് എടുക്കട്ടെ. ഇനിയിപ്പോൾ മനഃശാന്തിയോടെ വിശ്രമിക്കാമല്ലോ. ടെൻഷൻ്റെ ഒരു ആവശ്യമില്ല. അമ്മ? പൂജാമുറി, ദൈവം, പ്രാർത്ഥന എല്ലാം പഴയപടി തന്നെ. പ്രാർത്ഥനയുടെ തവണകൾ അല്പം കൂടിയിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ നാളത്തെ കാര്യം, ഒരു കമ്പനി മീറ്റിംഗ് ഉള്ളതുകൊണ്ട് കൗൺസിലിങ്ങിന് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. നിശ്ചയമായും പങ്കെടുക്കേണ്ട മീറ്റിംഗാണ്. ഒരർത്ഥത്തിൽ കൗൺസിലിങ്ങിന് ഞാൻ വരാതിരുന്നാൽ സുമിത്രയ്ക്ക് അത് ഹെൽപ്ഫുൾ ആയേക്കാം. പക്ഷേ ചിലപ്പോൾ മറിച്ചാവാനും മതി. അതായത് എൻ്റെ ആബ്സെൻസ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ കൗൺസിലർക്ക് തടസ്സമായേക്കാം. പിന്നെ എനിക്ക് നോട്ടീസ് അയക്കൽ, കൗൺസിലിങ്ങിനായി വീണ്ടും മറ്റൊരു തീയതി, വീണ്ടും അതേ ഓഫീസിൽ മറ്റൊരു കൂടിക്കാഴ്ച. കേസ് അങ്ങനെ നീണ്ടുപോകും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, എന്നെക്കാളേറെ സുമിത്രയ്ക്ക്. വിശേഷിച്ചും മോതിരം മാറ്റം കഴിഞ്ഞ സ്ഥിതിക്ക് എത്രയും വേഗം തീരുമാനമാക്കണം. അതുകൊണ്ട് മീറ്റിംഗ് ഞാൻ പങ്കെടുക്കുന്നില്ല. നാളെ കൗൺസിലിങ്ങിന് തീർച്ചയായും വന്നിരിക്കും. സുമിത്രയല്ലേ? എന്നെ മനസ്സിലായല്ലേ? ഞാൻ സുകുമാരായി, ദിലീപിന്റെ അളിയായി. എന്താ ഇവിടെ? അല്ല, ഇതാരാ? നല്ല മുഖപരിചയം. ആരാ സുമിത്രേ? ഇത് പ്രസാദേട്ടൻ. പ്രസാദേട്ടൻ? അതെ അതേട്ടായി, നിങ്ങൾ രണ്ട് പെമ്പിളരല്ലേ? പിന്നെ ഏതായി പ്രസാദേട്ടായി? ഇപ്പൊ പിടി കിട്ടി, എഞ്ചിനീയർ. സുമിത്രയുടെ പഴയ അദ്ദേഹമാണോ ഇദ്ദേഹം? അല്ല, നമ്മൾ എവിടെ വെച്ചാ നേരത്തെ കണ്ടത്? നമ്മളെ കണ്ടിട്ടില്ല. ഇല്ലായിരിക്കാം. ആ, അതങ്ങ് പോട്ടെ. നിങ്ങൾ രണ്ടാളും കൂടി എന്താ ഇവിടെ? സുമിത്രയ്ക്ക് ബാങ്കിലൊന്നും പോണ്ടേ? ബാങ്കിലേക്ക് പോവാണ്. അതിനിടയിൽ പഴയ ആളുടെ കണ്ടു ഓരോരോ കാര്യങ്ങൾ പറഞ്ഞങ്ങ് നിന്നു അല്ലേ? കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇതത്ര ശരിയായ നടപടിയാണോ? ഞാൻ നിങ്ങളെപ്പോലെ വലിയ ഉദ്യോഗസ്ഥരൊന്നും അല്ല, വെറും നാടായി. പക്ഷെ എന്റെ നാടൻ ബുദ്ധി തോന്നണത് ഇത് വൃത്തികേടാണെന്നാ. നിങ്ങൾ എന്തായി പറയുന്നത്? എന്താന്നോ? വിരലേൽ എന്റെ അളിയൻ ദിലീപിന്റെ മോതിരം ഇട്ടോണ്ട് നടു റോഡിൽ നിന്ന് പഴയ കെട്ടിയവനോട് കൊച്ചു വർത്താനം പറയുക എന്ന് പറഞ്ഞാ അതെന്ത് ഇടപാടാ മോളെ? ഏയ്, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയൊന്നും. ചുമ്മാ കിടന്ന് ഉരുളല്ലേ എഞ്ചിനീയറെ. ഇവളെന്റെ അളിയെ കെട്ടാ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണ. ഇവളെ നീക്കങ്ങളൊക്കെ നോട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. തനിക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല, കാരണം തനിക്ക് സുഖമില്ലാതെ കുറെ കാലം ചികിത്സിച്ചതല്ലേ. എന്തു ആകാം. ദേ, അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അത് ശരി. അപ്പൊ ഞാൻ പറഞ്ഞ അനാവശ്യമല്ലേ? അതെ, അനാവശ്യം തന്നെയാ. നിങ്ങളുടെ അളിയൻ എന്റെ വിരൽ മോതിരം ഇട്ടിട്ടേ ഉള്ളൂ. എന്നെ വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല. എന്റെ നീക്കങ്ങൾ ചെക്ക് ചെയ്യാൻ ഞാൻ ആരെയും ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുമില്ല. സുമിത്ര, വേണ്ട. എൻ്റെ പേരിൽ നിങ്ങൾക്കിടയിൽ പ്രശ്നം വേണ്ട. ചേട്ടാ, സുമിത്രയെ കണ്ടപ്പോൾ അറിയാതെ രണ്ടു വാക്ക് സംസാരിച്ചു പോയതാ. അതിന് വേറൊരു അർത്ഥവുമില്ല. ഐ എം സോറി. നീ എന്നെ അവന്റെ മുമ്പ് വെച്ച് ഇൻസൾട്ട് ചെയ്തു അല്ലേ?
ശരിയാക്കി തരാം. ഇത് ഞാൻ ശരിയാക്കി തരാം മോളെ. ഒന്ന് പോണം മിസ്റ്റർ. ഉം. മോൾ ഇന്ന് പ്രസാദിനെ കണ്ടിരുന്നോ? പറ, കണ്ടിരുന്നോ? ഉവ്വ്. ബാങ്കിലേക്ക് പോകും വഴി. സംസാരിച്ചോ? ഉവ്വ്. ബന്ധം പിരിയാൻ പോകുന്നവർ, ഇനി വേണ്ടതൊരു കോർട്ട് ഓർഡർ മാത്രം. അത് അധികം താമസിയാതെ കിട്ടുകയും ചെയ്യും. ഈ അവസ്ഥയിൽ അങ്ങനെ ഒരു രംഗം വേണമായിരുന്നു മോളെ. അയാൾ സംസാരിക്കാൻ മുതിർന്നാലും നീ ഒഴിഞ്ഞു പോകേണ്ടതായിരുന്നു, അല്ലേ? പക്ഷെ എന്റെ മോളത് ചെയ്തില്ല. റോഡ് അരികിൽ നിന്ന് പരസ്യമായി സംസാരിച്ചു. തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത, ഒരു പൊരുത്തക്കേടുമില്ലാത്ത രണ്ടുപേരെ പോലെ. അച്ഛനിതെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ നമ്മൾ കാണുന്നില്ലെങ്കിലും സമൂഹം നമ്മളെ കാണുന്നുണ്ട്. നീ അയാളുമായി സംസാരിച്ചെന്ന് മാത്രമല്ല, ദിലീപിന്റെ അളിയനെ അയാളുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുകയും ചെയ്തു, അല്ലേ? ഓ, മനസ്സിലായി. അച്ഛനതെങ്ങനെ അറിഞ്ഞെന്ന് മനസ്സിലായി. ഇല്ല അച്ഛാ, ഞാൻ ആരെയും അപമാനിച്ചിട്ടില്ല. അയാളാണ് പ്രസാദേട്ടനെ അപമാനിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ മനുഷ്യനോട്. ആ മനുഷ്യൻ നിന്റെ ആരാണ്? ആരാകാൻ പോകുന്നയാളാണ്? അത് നീ മറന്നോ? അച്ഛാ, നിന്നെ അച്ഛൻ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഒരിക്കൽ തകർന്നുപോയ എന്റെ മോളുടെ ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കാൻ അച്ഛൻ ശ്രമിക്കുമ്പോൾ മോളായിട്ട് അത് തകർക്കരുത്.